കസ്റ്റഡി മർദ്ദനം അല്ലെങ്കിൽ നാട്ടുകാരെ നമുക്ക് തല്ലാം കൈവയ്ക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് പോലീസിൽ കുറെ പേര്. പോലീസുകാരെ തെറി വിളിക്കരുത് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനകത്ത് തെറി വിളിക്കരുത് എന്ന് പറയുന്നിടത്താണ് പത്തനംതിട്ടയിലെ പ്രശ്നം തുടങ്ങുന്നത്. അത് നമ്മൾ വളരെ മാന്യമായ ഭാഷയിൽ വളരെ വിനയത്തോടു കൂടി സാറിനോട് പറയുന്നതാണ്. പക്ഷെ പുള്ളി ഞാൻ വിളിക്കും, നീ ആരാ ചോദിക്കാൻ. ഇപ്പൊ DGP പറയുന്നു പോലീസ് സ്റ്റേഷനിൽ മാന്യമായ പെരുമാറ്റം ഉറപ്പുവരുത്തുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞു സർക്കുലറുകൾ ഒരുപാടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ മാന്യമായിട്ട് പെരുമാറണം, പൊതുജനങ്ങളോട് പുറത്തുനിന്ന് പെരുമാറുമ്പോൾ മാന്യമായിട്ട് പെരുമാറണം എന്നൊക്കെ. പക്ഷെ പലപ്പോഴും ഇത് ലംഘിക്കപ്പെടുമ്പോൾ അതിനെതിരെ കൃത്യമായിട്ട് നടപടി ഉണ്ടാകുന്നില്ല. ആത്മാർത്ഥതയുള്ള പോലീസുകാരൻ പോലീസ് സ്റ്റേഷനിൽ നേരിടുന്ന ഏറ്റവും വലിയ സമ്മർദ്ദം അതാണ്. തന്റെ കയ്യിൽ ഒരു കേസ് കിട്ടുന്നു, ഒരു മോഷണ കേസ് കിട്ടുന്നു, ഒരു ലോറി മോഷണം പോയി. ഈ ലോറി തപ്പിപ്പോകാൻ ആ പോലീസുകാരന് സമയമില്ല. അതാണ് ഈ ലോ ആൻഡ് ഓർഡറും ഇൻവെസ്റ്റിഗേഷനും വേർതിരിക്കാത്തതിന്റെ ഒരു കുഴപ്പം. അപ്പോൾ അയാൾ വേറെ വേറെ ഡ്യൂട്ടികൾക്ക് പോകുന്നു, അയാൾ വരുന്നില്ല. അപ്പോഴത്തേക്ക് 2 ദിവസം കഴിഞ്ഞു, ലോറി പൊളിച്ചു വെക്കേണ്ട സമയം കഴിഞ്ഞു. അദ്ദേഹം നല്ലൊരു ഓഫീസറാണ്, അടിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ അതിൽ കണ്ടത് അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ കൈ നേരെ ഒരു സ്ത്രീയുടെ മാറത്തേക്കാണ് പോയത്. അത് എത്ര വലിയൊരു ഒഫൻസ് ആണ്. ഇപ്പൊ നമ്മളായാലും ഇപ്പൊ നമ്മൾ ഏതൊരു മനുഷ്യനായാലും നമ്മളൊരു കുന്തും തള്ളും ഉണ്ടാകുമ്പോൾ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും പക്ഷെ അദ്ദേഹം അത്ര കൂളായിട്ട് അത് അദ്ദേഹത്തിനൊന്നും സംഭവിക്കില്ല എന്നുള്ള ഉത്തരം വിശ്വാസത്തിൽ അല്ലെങ്കിൽ ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ശീലത്തിന്റെ ഭാഗത്തിലാണ് അയാൾ ആ തള്ളുന്നത്. ആഭ്യന്തര വകുപ്പിൽ എന്ത് സംഭവിക്കുന്നെന്ന് അതിന്റെ വകുപ്പ് മന്ത്രി അറിയുന്നില്ല, അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിക്ക് അതിലൊരു നിയന്ത്രണം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പൊ മുഖ്യമന്ത്രിക്ക് ഞാൻ കൊടുത്ത അവസാനത്തെ ഗുണ്ടാബന്ധത്തെ കുറിച്ചുള്ള പരാതി തന്നെ, ആ പരാതിയിൽ എന്തെങ്കിലും നടപടി എടുത്തോ? അതിൽ എന്നെ വിളിച്ച് ചോദിച്ചിട്ടില്ല, അതിലൊരു നടപടി എടുത്തിട്ടില്ല, അതിലൊരു അന്വേഷണവും നടത്തിയിട്ടില്ല. പകരം പരാതി കൊടുത്ത് എന്നെ സസ്പെൻഡ് ചെയ്യാണ് ചെയ്തത്. പോലീസിൽ എന്ത് നടക്കുന്നു എന്ന് ആഭ്യന്തരമന്ത്രി അറിയുന്നില്ല എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. പക്ഷെ ആറന്മുള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ക്യാമറ ഇല്ലാത്ത സ്ഥലങ്ങളാണ് കൂടുതൽ. ഒരു 3-4 ക്യാമറയൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും, എണ്ണം തികച്ചിട്ടുണ്ടാവും. ആ സ്റ്റേഷനിൽ ഒരുപാട് സ്ഥലങ്ങൾ ക്യാമറ ഇല്ലാത്തതുണ്ട്. കാരണം എനിക്ക് സസ്പെൻഷൻ ഓർഡർ രാവിലെ കൊണ്ടുതരുന്നത് 10 മണിക്കാണ്. പക്ഷെ ഈ 10 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഈ ക്യാപ്സ്യൂള് പരക്കാൻ തുടങ്ങി. ഉമേഷ് പള്ളിക്കുന്നിനെ പിരിച്ചുവിട്ടത് എന്തിനാണെന്ന് അറിയുമോ? അതായത് അയാള് ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഏജന്റായിട്ട് വർക്ക് ചെയ്തതിനാണ്. എത്ര ഇൻക്രിമെന്റ് കട്ടായിട്ടുണ്ട്? 30-ലധികം. ഒരു പരിധി കഴിഞ്ഞപ്പോൾ നമ്മൾ അത് എണ്ണാറില്ല. പലർക്കുള്ള ഒരു പ്രതീക്ഷയും കൂടിയാണ് നമ്മൾ സംസാരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. അതിലിപ്പോ നമുക്ക് നഷ്ടപ്പെടാൻ കുറച്ച് പൈസ നഷ്ടപ്പെടുമായിരിക്കും, വേറെ ഒന്നും നഷ്ടപ്പെടാനില്ല. പോലീസിലെ വീഴ്ചകളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും അത് ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള സാധനം എന്ന് പറഞ്ഞിട്ട് അതെടുത്തിട്ട് അതിനെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ ചീത്ത വിളിച്ചു കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് ഇടതുപക്ഷം തോറ്റു എന്ന ചോദ്യം വരുമ്പോഴേ നമ്മൾ ആലോചിക്കേണ്ടത് ഇതും കൂടിയാണ്. ഇത്തരക്കാരുടെ അതിൽ വലിയൊരു പങ്കുണ്ടാവും.